ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഷാങ്ഹായ് രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഉൾപ്പെടെയുള്ള യാത്രികരുമായി ആക്സിയം 4 ഇന്ന് വൈകുന്നേരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. നിലമ്പൂർ എംഎൽഎ ആയി ആര്യാടൻ ഷൌക്കത്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ ആരോപണങ്ങൾ തള്ളി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ച് സംയുക്ത പ്രസ്താവനയിൽ പരാമർശിക്കാത്തതിനെ തുടർന്നുള്ള അതൃപ്തിയാണ് ഒപ്പുവയ്ക്കാത്തതിന് കാരണം. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഷാങ്ഹായ് അംഗരാജ്യങ്ങളോട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ഭീകരവാദത്തിനുള്ള ധനസഹായം ഏതു വിധേനയും ചെറുക്കണമെന്നും ചൈനയിലെ കിങ്ഡാവോയിൽ നടന്ന എസിഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് നയപരമായി തന്നെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ചില രാജ്യങ്ങൾ ഭീകരർക്ക് അഭയമൊരുക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. അത്തരം ഇരട്ടത്താപ്പുകൾ അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഭീകരപ്രവർത്തനം ന്യായീകരിക്കാനാവാത്ത കുറ്റമാണെന്നും വ്യക്തമാക്കി. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ അംഗങ്ങളായ രാജ്യങ്ങൾ ഈ തിന്മയെ നിസ്സംശയം അപലപിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. India's zero tolerance for terrorism is manifest today through its actions. This includes our right to defend ourselves against terrorism, and we have shown that epicenters of terrorism are no longer safe, and we will not hesitate to target them. We should also take proactive steps to prevent the spread of the radicalization among our youth. ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരുമായി ആക്സിയം 4 ദൌത്യം ഇന്ന് വൈകുന്നേരം 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. ഫ്ളോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെയായിരുന്നു ആക്സിയം 4ന്റെ വിജയകരമായ വിക്ഷേപണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായിരിക്കും ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്കു ശേഷം 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് അദ്ദേഹം. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാൻശു ശുക്ല ആക്സിയം 4ന്റെ മിഷൻ പൈലറ്റാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്ക് അടിമപ്പെടാത്ത അന്താരാഷ്ട്ര സമൂഹം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലഹരി ഉപയോഗം തടയുന്നതിന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രാജ്യത്ത് ഈ മാസം 12 മുതൽ സംഘടിപ്പിച്ചുവരുന്ന നശമുക്ത ഭാരത് പക്ഷാചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. പരിപാടിയിലെ യുവാക്കളുടെ പങ്കാളിത്തം ലഹരിക്കെതിരായ പോരാട്ടത്തിന് വലിയ പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് സംഘങ്ങളെ തകർത്ത് ലഹരിക്ക് അടിമകളായ യുവാക്കളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി ബി.എൽ. വർമ്മ അഭിസംബോധന ചെയ്തു. രാജ്യത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനുള്ള പ്രവർത്തനമാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നശമുക്ത ഭാരത് പക്ഷാചരണത്തിലെ വൻ ജനപങ്കാളിത്തം ലഹരി ഉപയോഗത്തിനെതിരായ മികച്ച നേട്ടമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. इन जिलों में 20,000 से भी अधिक मास्टर वॉलंटियर दिन रात काम करते हैं. माननीय प्रधानमंत्री के नेतृत्व में हमारे मंत्रालय ने इस अभियान को आगे बढ़ाते हुए 2023 में देश के सभी जिलों को नशा मुक्त भारत अभियान से जोड़ने का काम शुरू कर दिया. इसका परिणाम है आज 15 करोड़ 78 लाख से भी ज्यादा लोगों तक हमने पहुंच बनाई है, जिसमें 4 करोड़ 4 लाख 31 हजार से भी ज्यादा हमारी शिक्षण संस्थाएं नशा मुक्त भारत अभियान का हिस्सा बने हैं. ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ കുട്ടികളാണ് മുൻനിരയിൽ നിൽക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള സ്കൂൾതല കർമ്മ പദ്ധതി അദ്ദേഹം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ 5ാം ഘട്ടത്തിനും മുഖ്യമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും.
സിബിഎസ്ഇ 10ാം ക്ലാസ് വാർഷിക പരീക്ഷ അടുത്ത വർഷം മുതൽ 2 തവണ നടത്താൻ തീരുമാനം. ഫെബ്രുവരിയിൽ നടക്കുന്ന ആദ്യ പരീക്ഷ എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധമാണ്. പ്രകടനം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് മാസത്തിൽ നടക്കുന്ന രണ്ടാമത്തെ പരീക്ഷ എഴുതാം. 3 വിഷയങ്ങളിൽ വരെ മാർക്ക് മെച്ചപ്പെടുത്താനായാണ് ഇതിലൂടെ അവസരം. ആദ്യ പരീക്ഷയുടെ ഫലം ഏപ്രിലിലും രണ്ടാമത്തെ പരീക്ഷാഫലം ജൂണിലും പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വൈകുന്നേരം 3:30 സ്പീക്കർ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മിക്ക നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ്. കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അപകട സാധ്യത കണക്കിലെടുത്ത് നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇടുക്കി ജില്ലയിലെ പൊന്മുടി, കല്ലാർകുട്ടി, ലോവർ പെരിയാർ, മലങ്കര അണക്കെട്ടുകളും കണ്ണൂരിലെ പഴശ്ശി ഡാം, പത്തനംതിട്ടയിലെ മൂഴിയാർ ഡാം തുടങ്ങിയവയും തുറന്നിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വയനാട് ജില്ലയിൽ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി. പുന്നപ്പുഴയും ബത്തേരി കല്ലൂർ പുഴയും കരകവിഞ്ഞ് ഒഴുകുകയാണ്. ബെയ്ലി പാലത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമുള്ള പ്രവേശനം നിരോധിച്ചു. മഴയിൽ നിരവധിയിടങ്ങളിൽ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വയനാട്ടിൽ ചൂരൽമലയിലും ഇന്നലത്തെ സാഹചര്യം തന്നെയാണ് ഇന്നും. പുന്നപ്പുഴ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. പ്രദേശത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ബേലിപ്പാലം പൂർണ്ണമായും ഇന്ന് അടച്ചു. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ബേലിപ്പാലത്തിന് അപ്പുറത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഈ ഭാഗത്ത് പോലീസും ഫയർഫോഴ്സും NDRF സംഘവും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നും പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ്. ദുരന്ത മേഖലയിലെ മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ തുടരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മേഘവിസ്ഫോടനവും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് ഇതുവരെ 5 മരണം റിപ്പോർട്ട് ചെയ്തു. കൻഗ്രയിൽ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ തൊഴിലാളികളിൽ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിൽ ടെമ്പോ ട്രാവലർ അളകനന്ദ നദിയിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും 10 പേരെ കാണാതാവുകയും ചെയ്തു. 18 പേരുമായി ഋഷികേശിൽ നിന്ന് ബദരിനാഥിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് റോഡിൽ നിന്ന് തെന്നിമാറി അപകടത്തിൽപ്പെട്ടത്. 7 യാത്രക്കാരെ രക്ഷപ്പെടുത്തിയതായാണ് വിവരം. കനത്ത മഴയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാൻ ദുരുദ്ദേശത്തോടെ നടത്തുന്ന വ്യാജ ആരോപണങ്ങൾ തള്ളി ഇന്ത്യ. മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ഭരണകൂട പിന്തുണയോടെയുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്ന് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. കുട്ടികളും സായുധ സംഘർഷങ്ങളും എന്ന വിഷയത്തിൽ UN രക്ഷാസമിതി നടത്തിയ ചർച്ചയിലാണ് ഇന്ത്യയുടെ ശക്തമായ പ്രതികരണം. പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ പാക് ഷെല്ലാക്രമണങ്ങളും അതിർത്തി ഗ്രാമങ്ങളിലെ നിരവധി സാധാരണക്കാരുടെ മരണത്തിനും പരിക്കിനും കാരണമായതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 272 ഇന്ത്യക്കാരെ കൂടി ന്യൂഡൽഹിയിൽ മടക്കിയെത്തിച്ചു. ദൌത്യത്തിന്റെ കീഴിൽ ഇതുവരെ ആകെ 3426 ഇന്ത്യൻ പൌരന്മാരെയാണ് തിരികെ എത്തിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് പുരുഷ വനിതാ ഫൈനൽ മത്സരങ്ങൾ നാളെ. വനിതകളുടെ ഫൈനലിൽ ഒഡീഷ പഞ്ചാബിനെയും പുരുഷ ഫൈനലിൽ ആതിഥേയരായ തമിഴ്നാട് മഹാരാഷ്ട്രയെയും നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 428 പോയിന്റ് ഉയർന്ന് 83,184-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 121 പോയിന്റ് നേട്ടത്തിൽ 27,366-ലും വ്യാപാരം തുടരുന്നു. പവന് 72,560 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില. പ്രധാന വാർത്തകൾ വീണ്ടും. ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഷാങ്ഹായ് രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഉൾപ്പെടെയുള്ള യാത്രികരുമായി ആക്സിയം 4 ഇന്ന് വൈകുന്നേരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ ആരോപണങ്ങൾ തള്ളി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.